നമസ്കാരം. സിഡ്നി ലോപ്പസ് കബ്ര കേപ്പ് വെർദെയുടെ കളിക്കാരൻ ഇന്ന് അർജൻറ്റീനയുമായിട്ടുള്ള നോക്കൗട്ട് മത്സരത്തിലെ 2-2 സമനില പിടിച്ച 103-ാമത്തെ മിനിറ്റിലെ ഗോൾ നേടിയതിനു ശേഷം ഡ്രോയിൽ തൻ്റെ രാജ്യത്തെ എത്തിച്ചതിന് ശേഷമുള്ള ആഘോഷ പ്രകടനത്തിൻ്റെ ചിത്രമാണ്. ഒരുപക്ഷെ ഈ ലോകകപ്പിൽ അപൂർവമായിട്ട് മാത്രം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാകും. ഈ ലോകകപ്പിൽ ഇങ്ങനൊരു ചിത്രം, ഇങ്ങനൊരു ആഘോഷ പ്രകടനം ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. അതായത് ഗോൾ അടിച്ചതിൻ്റെ ആഘോഷം ഈ കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ ഗ്രൗണ്ടിന് പുറത്തുപോയി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെ അടുത്തേക്ക് ഓടിപ്പോയി ആഘോഷിക്കുകയാണ്. അത് വല്ലാത്തൊരു ആഘോഷ പ്രകടനമായിരുന്നു. കേപ്പ് വെർദെ എന്ന കുഞ്ഞൻ രാജ്യം, 6 ലക്ഷം പേരുള്ള ഒരു രാജ്യം, പോർച്ചുഗീസ് കോളനി ആയിരുന്ന രാജ്യം, വളരെ വൈകി സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യം, ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഫുട്ബോളിൻ്റെ നോക്കൗട്ട് റൗണ്ടിലേക്ക് പ്രവേശിച്ചതിന് ശേഷമുള്ള മത്സരം, ചാമ്പ്യന്മാരെ വിറപ്പിച്ചു വിട്ട മത്സരം. അർജൻറ്റീന ചാമ്പ്യനാണ്. ചാമ്പ്യന്മാരെ വിറപ്പിച്ചു വിട്ട മത്സരം. ആ മത്സരത്തിൽ പക്ഷേ ഈ സമനില ഗോൾ കൊണ്ട് അവർക്ക് രക്ഷയുണ്ടായില്ല. പിന്നീടൊരു സെൽഫ് ഗോളോടുകൂടി 3-2 അർജൻറ്റീന ജയിച്ച് പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. ഇന്നത്തെ കളിയെക്കുറിച്ച് സംസാരിക്കാൻ വിചാരിച്ചിട്ടാണ് വന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കളിയുടെ ആമുഖമായിട്ട് ഞാൻ കാണിച്ച ചിത്രമുണ്ടല്ലോ, എന്നാൽ മറ്റൊരു ചിത്രം കൂടി ഞാൻ കാണിക്കാം. കളിയുടെ ഒടുവിൽ മെസ്സി, അർജൻറ്റീനയുടെ ക്യാപ്റ്റൻ, നായകൻ മെസ്സി ഈ പ്രീ ക്വാർട്ടറിലേക്കുള്ള പ്രവേശനം നേടിയതിന് ശേഷം ആഘോഷപരമായി ഒരു ആഘോഷത്തോടു കൂടി വിടവാങ്ങേണ്ട മത്സരത്തിൻ്റെ ഒടുവിൽ മെസ്സിയുടെ ശോകമുഖമായ മുഖമാണ്. ഈ മുഖം എല്ലാം പറയുന്നുണ്ട്. എന്താണത്? അർജൻറ്റീന ഇന്നത്തെ മത്സരത്തിൽ ഏത് മട്ടിൽ പ്രതിരോധത്തിലായി ജയിച്ച് കയറി എങ്കിലും കേപ്പ് വെർദെ തലകുനിക്കാതെ വിജയിച്ച ഭാവത്തിൽ നടന്നു പോകാൻ അവർക്ക് കോപ്പ് കിട്ടിയ മത്സരമാണ് എന്നുണ്ടായത്. ഒരു ചാമ്പ്യൻ ടീമിനെ വിറപ്പിച്ചു വിട്ടു എന്ന് പറയുന്നതാണ് നല്ലത്. എൻ്റെ ഫേവററ്റ് ടീമാണ് അർജൻറ്റീന. എല്ലാ കാലത്തും കളി കണ്ടു തുടങ്ങിയ കാലത്ത് മുതൽ ഇന്ന് വരെ അതിന് കുഴപ്പമുണ്ടായിട്ടില്ല. അവരുടെ കളിയിൽ അത്തരത്തിലുള്ള അതൃപ്തി ഉണ്ടായി, അല്ലെങ്കിൽ അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന, ഡിറ്റാച്ച്ഡ് ആവേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് കളി ആരംഭിച്ച് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇഷ്ടം ഈ കേപ്പ് വെർദെ പിടിച്ചു എടുക്കുന്ന അവസ്ഥയായിരുന്നു. കളി കഴിയുമ്പോൾ നമുക്ക് അവരോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്ന നിലയിലേക്ക് അവർ കൊണ്ടുപോയി. അതായത് കളി എന്ന് പറയുന്നത് മേധാവിത്വം സമഗ്രതലത്തിൽ പുലർത്തി മുന്നോട്ട് പോയാൽ ഫുട്ബോൾ കളിയാവില്ല എന്ന് നമുക്കറിയാലോ. അതിൽ ഗോളടിക്കണം. ആ ഗോളടിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഈ പ്രീ ക്വാർട്ടറിലേക്ക് ഉള്ള ഈ മത്സരത്തിൽ അവർ മാക്സിമം പിടിച്ചു വന്നു. പക്ഷേ അവർ അടിക്കാതെ എല്ലാ മത്സരവും തോൽക്കാതെ കയറി വന്ന, സമനിലയൊക്കെ ആണെങ്കിലും തോൽക്കാതെ കയറി വന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ കാണുമ്പോൾ തന്നെ ചെറിയൊരു ടീം, പുതുമുഖം എന്ന് ഒക്കെ പറയുമ്പോൾ തന്നെ അർജൻറ്റീന വളരെ ഈസി ആയിട്ട് കടന്നു പോകുമെന്നൊക്കെയാണല്ലോ വിചാരിച്ചത്. പക്ഷേ ഈ മത്സരത്തിൽ അവർ 2 ഗോൾ അവരുടെ രാജ്യത്തിന് നോക്കൗട്ടിൽ നേടി എന്ന് മാത്രമല്ല, അവസാന നിമിഷം വരെ അർജൻറ്റീനയെ വിറപ്പിച്ചു. വിജയത്തിന് തുല്യമായൊരു പരാജയമാണ് അവർ നേടിയത് എന്നുള്ളതാണ്. അത് ആദ്യഘട്ടം മുതൽ, ആദ്യത്തെ കളിയുടെ ഒരു ഘട്ടത്തിൽ അർജൻറ്റീന 1 ഗോള് മെസ്സി അടിച്ചു. ആ ഗോളിന് ശേഷം ഇവർ ജയിക്കുമായിരിക്കും, തട്ടിമുട്ടി ജയിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് വളരെ ബോറടിച്ചിട്ടുള്ളൊരു കളിയായിരുന്നു കുറേ നേരം. പക്ഷേ തിരിച്ചടിക്കാൻ ആ 1 ഗോൾ നേടുമ്പോൾ തന്നെ അവർ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ഇതൊന്നും അടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ എത്തുമ്പോൾ ഒരു കോട്ട പോലെ നിൽക്കുകയാണ്. ഞങ്ങളെ തൊടാൻ നിങ്ങൾക്കാവില്ല, ഇങ്ങോട്ട് മറികടക്കാനാവില്ല എന്നൊരു കോട്ട പോലെ അവർ നിൽക്കുകയാണ്. കിട്ടുന്ന അവസരങ്ങൾ അവിടെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ട്. അതായത് ബോൾ മുഴുവൻ അർജൻറ്റീനയുടെ കയ്യിൽ തട്ടി കളിക്കുന്ന ഘട്ടത്തിൽ തന്നെ തങ്ങളുടെ കോട്ടയിലേക്ക് കടന്നാൽ തങ്ങളവിടെ പ്രതിരോധിച്ച് നിൽക്കും എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങൾക്കൊരു അവസരം കിട്ടുമ്പോൾ അത് മുതലാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുക എന്നുള്ള നിലയിലേക്ക് അവർ പോകും. അപ്പോൾ നമ്മൾ ഈ ഗോളിൻ്റെ സ്റ്റാറ്റസൊക്കെ നോക്കുമ്പം വളരെ പിന്നിലായിരിക്കും ഈ രാജ്യം. പക്ഷേ അവർക്ക് ജയിക്കാനുള്ള സാഹചര്യം അവർ ഒരുക്കുകയും ചെയ്യും. അത് വിജയത്തിലെത്തിയില്ല എന്നുള്ളത് നിർഭാഗ്യകരമായ ആ രാജ്യത്തെ സംബന്ധിച്ച് പ്രധാനമാണെങ്കിലും അവരുടെ ഗോൾ കീപ്പർ, അവരുടെ കളിക്കാർ എല്ലാ ഘട്ടത്തിലും മികവ് പുലർത്താൻ കഴിയുന്ന ഒരു ടീമായിട്ട് അവരെ അടയാളപ്പെടുത്തി എന്നുള്ളതാണ്. അത് അർജൻറ്റീനയെ സംബന്ധിച്ച് അവരുടെ മുന്നോട്ട് പോക്കിൽ ആത്മവിശ്വാസക്കുറവുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഫേവററ്റായി നിൽക്കുമ്പോൾ തന്നെ അർജൻറ്റീനയ്ക്ക് ഈ കേപ്പ് വെർദെയോട് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തേണ്ട അവസ്ഥയുണ്ട്. 2 ശൈലികൾ തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ അതിനെ മറികടക്കാൻ അർജൻറ്റീന പാടുപെടുന്ന കാഴ്ചയാണ് കണ്ടത് എന്നുള്ളതാണ്. കളിയുടെ തുടക്കം മുതൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യഘട്ടത്തിൽ നമുക്ക് മടുപ്പുണ്ടാക്കുന്ന ഒരു സാഹചര്യം. പിന്നീട് മെസ്സിയുടെ ഗോൾ വരുന്നു. മെസ്സിയുടെ ഗോൾ വന്നതിന് ശേഷം പിന്നീട് അങ്ങ് മുന്നേറാൻ പറ്റുന്നില്ല. പേടിപ്പിക്കുന്ന തരത്തിലേക്ക് കേപ്പ് വെർദെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഓരോ അവസരങ്ങൾ അവർ വരുമ്പോൾ അങ്ങനെ അവസാന ഘട്ടത്തിൽ എമിലിയാനോ മാർട്ടിനസ് ഗോളി അയാളുടെ മികവ് കൊണ്ട് പല ഘട്ടത്തിലും പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അയാളെ പോലും പേടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 1-0 ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് തിരിച്ചെത്തിയ കേപ്പ് വെർദെ അതുവരെയുള്ള കേപ്പ് വെർദെയുമായിരുന്നില്ല. അവർക്ക് ജയിക്കാനുള്ള, അല്ലെങ്കിൽ സമനിലയെങ്കിലും പിടിക്കാനുള്ള ആവേശം അവരുടെ കളിയിൽ കാണാം. അങ്ങനെയാണ് 59-ാമത്തെ മിനിറ്റിലാണ് ഡുറാത്തയുടെ ഒരു ഗംഭീര ഗോൾ അവരെ സമനില
സമനിലയിൽ എത്തിക്കുന്നത്. അത് ശരിക്കും അർജൻറ്റീനയുടെ ക്യാമ്പിനെ ഞെട്ടിച്ചു എന്ന് മാത്രമല്ല ആരാധകരാകെ പിടിച്ചു ഒലച്ചു കളഞ്ഞു. കാരണം അസാധാരണമായി ഈ രാജ്യത്തോട് ഈ മട്ടിൽ സമനിലയിലേക്ക് എത്താൻ മാത്രമാണോ അർജൻറ്റീനയുടെ സ്ഥിതി എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. കേപ്പ് വെർദെയുടെ കളി മികവ് ആണതിലെ പ്രധാനം എന്നുള്ളതാണ്. അർജൻറ്റീനയുടെ കഴിവുകേട്ടിനപ്പുറത്ത് അവരെ മറികടക്കാവുന്ന കളി മികവ് പല ഘട്ടത്തിലും അവർ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അത് അവസരം ഉപയോഗിക്കുന്നതിലും അവരതിൻ്റെ മികവ് കാണിച്ചു. ഇങ്ങനെ 1-1 നിൽക്കുമ്പോൾ 92ാമത്തെ മിനിറ്റിൽ പെട്ടെന്ന് ലിസാൻഡ്രോ മാർട്ടിനസിന് ഒരു ഉഗ്രൻ ഗോൾ വരുന്നത്. അതുവരെയുള്ള മെസ്സിയുടെ ഗോളിന് ശേഷം അർജൻറ്റീനയുടെ പ്രത്യേകത പല ഘട്ടത്തിലും ആ കോട്ട മറികടക്കാൻ പറ്റുന്നില്ല. അവരവിടെ എത്തുമ്പം മെസ്സി വഴി അതിനുള്ള സാധ്യത എന്താണെന്ന് ആരായുന്നത് നമുക്ക് കാണാം. എല്ലാ ബോളും മെസ്സിയിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ മെസ്സിക്കും അതിൻ്റെ പതിവ് ഫോമിലേക്ക് എത്താൻ പറ്റുന്നില്ല. അത് മെസ്സിയുടെ കുഴപ്പമില്ല, ഈ കേപ്പ് വെർദെയുടെ മികവാണ്. അവരുടെ ടീമിൻ്റെ അംഗങ്ങൾ ഓരോരുത്തരായിട്ട് അവിടെ കബ്രാൾ വരെയുള്ള ആളുകൾ അവിടെ കൂട്ടം കൂടി നിൽക്കും. അവർക്ക് തടയാൻ പറ്റില്ല. എന്നാലോ അപ്പുറത്തേക്ക് പോയി അവിടെ അപ്പം അർജൻറ്റീനയുടെ കോർട്ടിലും അവർ ഭംഗിയായിട്ട് എത്തും. അപ്പോഴാണ് ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഗോൾ. ലിസാൻഡ്രോ എത്തി ഗോളടിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് മാർട്ടിനസാണ്? എമിലിയാനോ ഗോളിയാണ്. ലൗട്ടാറോ ഉണ്ട്. ലൗട്ടാറോയിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് വലിച്ചു. മൂന്നാമത്തെ ലിസാൻഡ്രോ മാർട്ടിനസ് അവിടെ ഉണ്ട്. ലിസാൻഡ്രോ മെസ്സിയൊന്നും ആശ്രയിക്കാതെ നേരെ അങ്ങ് വലയിലേക്ക് അടിക്കാൻ ഒരു ഉഗ്രൻ ഗോൾ ആയി. അങ്ങനെ 2-1 എന്ന നിലയിലേക്ക് പോയി. ഈ കളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഒന്നടിക്കുന്നു, തിരിച്ചടിക്കുന്നു, വീണ്ടും അടിക്കുന്നു, ഈ മട്ടിലാണ് പോയത്. അപ്പോൾ 2-2 സ്വാഭാവികമായിട്ടാവണമല്ലോ. അങ്ങനെ കബ്രാളിൻ്റെ ഞാൻ തുടക്കത്തിൽ കാണിച്ച ആ ഗോൾ 103ാമത്തെ മിനിറ്റിൽ എത്തി. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഈ എക്സ്ട്രാ ടൈമും ഇങ്ങനെ അങ്ങ് പോകും, ഇത് ഷൂട്ടൗട്ടിലേക്ക് പോകും എന്നാണ്. എന്നാൽ 111ാമത്തെ മിനിറ്റിൽ ഡിനയുടെ പേരിൽ സെൽഫ് ഗോളായി അടയാളപ്പെടുത്തപ്പെട്ട 3ാമത്തെ ഗോൾ അർജൻറ്റീനയ്ക്ക് ലഭിക്കുകയാണ്. അതോടെ 3-2 പിന്നീട് മിനിറ്റുകൾ മാത്രം ബാക്കിയുണ്ടായിരുന്ന കളി അവരുടെ കേപ്പ് വെർദെ അതുവരെ കാണിച്ച മികവിലേക്ക് എത്തി എന്ന് നമ്മൾ വിചാരിച്ചാണ്. പക്ഷേ അവർക്ക് തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല. ഈ തിരിച്ചടി അധ്യായം അവിടെ അവസാനിച്ചു. അങ്ങനെ അർജൻറ്റീന ഈ നോക്കൗട്ടിൽ വിജയിച്ച് പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. അപ്പോഴും തലയുയർത്തി തന്നെ കേപ്പ് വെർദെ മടങ്ങുകയാണ്. അവരുടെ കളിയിൽ ഇതുവരെ അവർ ഈ സമനിലയിലൂടെയും ഒക്കെ ആയിട്ട് അവർ തോക്കാതെ എത്തി. പക്ഷേ തോറ്റ കളിയിൽ അവർ 2 ഗോളടിച്ചു എന്നുള്ളതാണ്. ഗോളടിച്ചു. അതാർക്കെതിരെ? അർജൻറ്റീനയ്ക്കെതിരെ. അർജൻറ്റീനയെ വിറപ്പിച്ചു വിട്ട ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം ഈ കേപ്പ് വെർദെ തലയുയർത്തി വിജയത്തിന് തുല്യമായ പരാജയത്തോടു കൂടിയാണ് മടങ്ങുന്നത് എന്നുള്ളതാണ്. ഇനി കളിയുടെ പ്രധാനപ്പെട്ട 2 ആളുകൾ, ഈ 2 ടീമിനെയും രക്ഷിച്ചെടുത്ത 2 ആളുകൾ, ഒന്ന് എമിലിയാനോ മാർട്ടിനസ് അർജൻറ്റീനയുടെ ഗോളി, മറ്റൊന്ന് ഒഴിഞ്ഞ കേപ്പ് വെർദെയുടെ ഗോളി. ഒരുപക്ഷെ ഒഴിഞ്ഞയുടെ ചില പ്രകടനങ്ങൾ ബോളൊക്കെ വരുമ്പം അദ്ദേഹം വളരെ ലളിതമായി അദ്ദേഹം നടത്തുന്ന ചില പ്രകടനങ്ങൾ നമുക്ക് പഴയ ഹിഗ്വിറ്റയുടെയും ഷിലാവർട്ടിൻ്റെയും ചില ലക്ഷണങ്ങൾ കാണിക്കും. പഴയൊരു ലോകകപ്പിൽ ഹിഗ്വിറ്റയും മറഡോണയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യൂട്യൂബിലൊക്കെയുള്ള വീഡിയോകളിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചില ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വളരെ സമാനപ്പെടുത്തുകയല്ല എങ്കിൽ പോലും ചില രസകരമായ നിമിഷങ്ങളുണ്ട്. അതിൻ്റെ ഒടുവിലാണ് ഒഴിഞ്ഞയും മെസ്സിയും തമ്മിലുള്ള ഈ വിജയമാണെങ്കിലും വളരെ ദുഃഖകരമായ മുഖഭാവത്തോടെ ഇങ്ങനെ നിൽക്കുന്ന ചിത്രം നമ്മൾ തുടക്കത്തിൽ കണ്ട ഈ ചിത്രം. ചുരുക്കത്തിൽ അർജൻറ്റീന ഒരു ചാമ്പ്യൻ ടീമിൻ്റെ പ്രകടനവുമായി ഇത്രയും നാൾ മുന്നോട്ട് പോയ ഈ നോക്കൗട്ട് റൗണ്ടിൽ എത്തിയ അർജൻറ്റീന കേപ്പ് വെർദെക്ക് മുന്നിൽ നിന്ന് വറച്ച കാഴ്ചയാണ് കാണുന്നത്. ഈ കളിയിലെ ടീം സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. നമ്മൾ കണക്ക് നോക്കുമ്പം അർജൻറ്റീനയ്ക്ക് സമ്പൂർണ്ണമായ മേൽക്കൈ ഓരോ ഘട്ടത്തിലും ഉണ്ട് എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. 21 ഷോട്ട്സ് അവരടിച്ചു. 15 ഷോട്ട്സ് മാത്രമാണ് കേപ്പ് വെർദെ അടിച്ചത്. 10 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ആയിരുന്നു. 5 എണ്ണം മാത്രമാണ് കേപ്പ് വെർദെ. 64% പൊസഷൻ അർജൻറ്റീനയുടേതായിരുന്നു. അതേസമയം 36% മാത്രമാണ് കേപ്പ് വെർദെ. 822 പാസുകൾ അർജൻറ്റീന എടുത്തു. അതിൻ്റെ പകുതിയോളം മാത്രം 444 പാസ്സാണ് കേപ്പ് വെർദെയുടേത്. 92% പാസ് അക്യൂറസി അവർക്കുണ്ടായിരുന്നു. 87% ആ കാര്യത്തിൽ കേപ്പ് വെർദെക്ക് മികവുണ്ട്. 87% കേപ്പ് വെർദെക്ക് പാസ് അക്യൂറസി ഉണ്ട്. 13 ഫൗൾസ് അർജൻറ്റീനയ്ക്ക്, 12 എണ്ണം കേപ്പ് വെർദെ. കുറവാണ്. ഒരു യെല്ലോ കാർഡ് ഉണ്ട് അർജൻറ്റീനയ്ക്ക്, ഒരു യെല്ലോ കാർഡ് കേപ്പ് വെർദെക്കും ഉണ്ട്. 3 ഓഫ് സൈഡ് അർജൻറ്റീനയ്ക്ക്, 2 ഓഫ് സൈഡ് മാത്രം കേപ്പ് വെർദെക്ക്. 8 കോർണർ തുല്യമായി 2 പേർക്കും ലഭിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് കളി അവസാനിക്കുന്നത്. ഇന്നത്തെ കളിയുടെ പ്രത്യേകത ഓരോ കളിയിലും മെസ്സി ഗോൾ അടിക്കുമ്പോൾ റെക്കോർഡ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. 20 ഗോളുമായി വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ആളായി അദ്ദേഹം കുറേ കൂടി മുമ്പിലേക്ക് പോയി എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ഈ വേൾഡ് കപ്പിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ആളായി ഇപ്പം നിൽക്കുകയാണ്. 7 ഗോളാണ്. എംബാപ്പെ 6 ഗോള്, ഹാളണ്ട് 5 ഗോള്, ഹാരി കെയ്ൻ 5 ഗോള്,
എംബാലെ 4 ഗോള് എന്ന നിലയിലാണ് കാര്യങ്ങൾ. അതേസമയം അദ്ദേഹത്തിൻ്റെ ഈ 7 ഗോൾ എന്ന നിലയിലേക്കുള്ള മുന്നേറ്റം ഏത് നിമിഷവും എംബാപ്പെ വന്നു കഴിഞ്ഞാൽ മൂപ്പരുടെ സ്ഥിതി അങ്ങനെയാണല്ലോ, അടിച്ച് പറത്താനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മെസ്സിയെ തള്ളിക്കളയാൻ കഴിയില്ല. ഇതേ പോക്കാണെങ്കിൽ, ഇതേ പ്രകടനമാണെങ്കിൽ അർജൻറ്റീനയുടെ കാര്യം ഇനി എന്തായിരിക്കും നമുക്ക് കണ്ടു തന്നെ അറിയണം. പക്ഷേ ഈജിപ്തിനെ പോലെയൊക്കെയുള്ള ടീമുകളാണ് ഇനി വരാനുള്ളതെന്നാണ് ഫിക്സ്ചറിൽ നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ട് ഇനിയുള്ള സാധ്യത അർജൻറ്റീനക്ക് മുന്നോട്ട് പോകാനുണ്ട്. അതേസമയം കേപ്പ് വെർദെ പോലൊരു ടീം വന്നാൽ സ്തംഭിച്ചു നിൽക്കുന്ന, വിറച്ചു പോകുന്ന അവസ്ഥയിലേക്ക് അർജൻറ്റീന എത്തുന്നുണ്ട് എന്നുള്ളത് ആരാധകരെ പോലും നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. അർജൻറ്റീനയോടുള്ള ഇഷ്ടം നിലനിൽക്കുമ്പോൾ തന്നെ കേപ്പ് വെർദെയോട് നമുക്ക് പ്രത്യേകം ഒരു ഇഷ്ടം അവിടെ രൂപപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഫേവറിറ്റ് അർജൻറ്റീന ജയിച്ചു എന്നുള്ളൊരു ആശ്വാസവും ആഹ്ലാദവും ഉണ്ട് എങ്കിൽ പോലും കേപ്പ് വെർദെ യാത്ര പറയുമ്പോൾ അവരോട് അവരുടെ ഈ കളിയിലെ അഭിമാനം അവർ തലയുർത്തി നടത്തുന്നതിന് കാരണമാകുന്നു. ആ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം. അർജൻറ്റീനയുടെ അടുത്ത കളികൾക്കായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.